ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ബ്രോസ്റ്റഡ് ചിക്കനാണ്. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണിത്. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി റെഡ് ചില്ലിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പകുതി സവാള ഒന്ന് ചതച്ചെടുത്തതാണ്. അതോടൊപ്പം തന്നെ 3 വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 കിലോ ചിക്കനാണിത്. അപ്പോൾ ഇത് കുറച്ച് വലിയ പീസസ് ആയിട്ടാണ്, എല്ലോട് കൂടി ഉള്ള ചിക്കൻ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു മസാല ഇതിലേക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മസാല എത്തണം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ആദ്യം ചേർത്ത മസാലയിൽ ചേർക്കേണ്ടതായിരുന്നു, ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആ മസാലയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ 2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കട്ട തൈരാണെങ്കിൽ നിങ്ങളൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതിയാകും. ഇനി ഞാൻ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ തൈരിലെ മിക്സിൽ ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ വളരെ ടേസ്റ്റിയുമായിരിക്കും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ഓവർനൈറ്റ് വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങളൊരു മാക്സിമം ഒരു 4 hours എങ്കിലും വെച്ചിട്ട് വേണം നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കോട്ടിങ്ങിനുള്ള പൊടി തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1/2 കപ്പ് കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡറും നമ്മൾ ചേർത്ത എല്ലാ പൊടികളും കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഞാനിപ്പോൾ ഇവിടെ ഓവർനൈറ്റ് വെച്ച് സെറ്റ് ചെയ്ത ചിക്കനാണ്. നമുക്കിനി ഈ ബാറ്ററിൽ നിന്ന് നമ്മുടെ ചിക്കൻ ഓരോ പീസായിട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് മിച്ചം വരുന്ന ഈ ബാറ്റർ കളയേണ്ട ആവശ്യമൊന്നുമില്ല. വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കുറച്ച് ഡ്രൈ ആകുവാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്ലോറിലൊന്ന് മുക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഈ ചിക്കനിൽ നല്ല വെറ്റ്നെസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ആ ബാറ്ററിലേക്ക് മുക്കാഞ്ഞത്. നമ്മളപ്പോൾ ഡയറക്റ്റ് ഈ ഫ്ലോറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആ ഫ്ലോർ കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഇങ്ങനെ ഓരോ ചിക്കൻ പീസസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി എണ്ണ ചൂടാക്കി ഓരോ പീസസായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഓരോ പീസസായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ആദ്യത്തെ ആ ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോട് കൂടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കുന്നതെന്ന് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്